ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ് മാത്സിലെ ഒരു പാഠമായ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന പാഠമാണ്. അതിൻ്റെ പേര് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്നാണെങ്കിലും റിയലി അതിൻ്റെ പേര് എക്സ്പോണൻറ്റിയേഷൻ എന്നാണ്. അപ്പോൾ എന്താണ് എക്സ്പോണൻറ്റിയേഷൻ, എന്താണ് എക്സ്പോണൻസ്, പവേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്റർ. വളരെ രസകരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, പിന്നത്തെ കാര്യം മറ്റ് മാത്സിൻ്റെയൊക്കെ ബേസും ഈ ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ശരിക്കും 7ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ച് വളരെ രസകരമായിട്ടുള്ളൊരു പാഠമാണ്. വളരെ എളുപ്പമാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കഥ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പിച്ചക്കാരനും ഒരു ബിസിനസ് മാനും തമ്മിൽ ഒരു വാക്ക് തർക്കം, ഇങ്ങനെ ഒരു വാക്ക് തർക്കം എന്നല്ല, ഒരു തമ്മിലൊരു ഉടമ്പടി വെക്കുകയാണ്. ഈ പിച്ചക്കാരൻ പണക്കാരനോട് പറഞ്ഞു, ബിസിനസ് മാനോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഒരു 30 ദിവസത്തെ ഒരു കരാറാണ്. നിങ്ങൾ ആദ്യ ദിവസം തരുന്നതിൻ്റെ ഇരട്ടി 2ാം ദിവസം തന്നെ, അതിൻ്റെ ഇരട്ടി 3ാം ദിവസം തന്നെ, അങ്ങനെ 30 ദിവസം അയാളോട് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ബിസിനസ് മാൻ ആദ്യം പറഞ്ഞത്, ഞാൻ നിനക്ക് ഡെയിലി 1000 രൂപ വെച്ച് തരാം, അങ്ങനെ 30 ദിവസം ഞാൻ തരാം എന്നാണ്. അപ്പോൾ പിച്ചക്കാരൻ പറഞ്ഞു, എനിക്കത് വേണ്ട, ഈ ഒരു കരാറ് മതി എന്നാണ്. അപ്പോൾ ഇയാൾ വിചാരിച്ചു, ആ ബിസിനസ്മാൻ വിചാരിച്ചു, അതിപ്പോൾ എന്താ ഡെയിലി ഇപ്പോൾ ആദ്യത്തെ ദിവസം 1 രൂപ, 2ാം ദിവസം 2 രൂപ, 3ാം ദിവസം 4, 8, 16 അങ്ങനെ പോകുന്നതാണ്. പക്ഷേ അയാൾക്ക് പണി പറ്റി. ഓക്കെ, ആ പണി എന്താണെന്ന് നോക്കാം. ഡെയിലി 1000 രൂപ വെച്ചാണ് 30 ദിവസമെങ്കിൽ അയാൾക്ക് എത്ര രൂപ കിട്ടിയാണ്? 30,000 രൂപ കൊണ്ട് തീർന്നേനെ. ഇനി പിച്ചക്കാരൻ പറഞ്ഞ ഓഫർ വെച്ചാണ് 1 + 2 + 4 + 8 + 16 + 32 + 64 + 128 അങ്ങനെ 30 എണ്ണം എഴുതിപ്പോയാൽ 30,000-ത്തിനും മേലെയാണ്. ഓക്കെ, ലക്ഷങ്ങളും കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. ശരിക്കും അയാൾക്കൊരു പറ്റിച്ച പോലത്തെ ഒരു ഇതാണ്. അപ്പോൾ പിച്ചക്കാരന് എക്സ്പോണൻറ്റിയേഷൻ എന്ന കാര്യം അറിയാവുന്നതുകൊണ്ടാണ് അയാൾ ഈ ട്രിക്ക് എടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്കും എന്തെങ്കിലും കരാറുകളൊക്കെ വെക്കണമെങ്കിൽ പിച്ചക്കാരൻ്റെ ഈ ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കാശ് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ്പോണൻറ്റിയേഷൻ്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഇതാണ്. വളരെ പവറാണ്, പേര് സൂചിപ്പിക്കുന്നതിന് നല്ല പവറുള്ള ഒരു സാധനമാണ് എക്സ്പോണൻറ്റിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഈസ് എക്സ്പോണൻറ്റിയേഷൻ? എക്സ്പോണൻറ്റിയേഷൻ എന്താണ്? പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് കോൾഡ് എക്സ്പോണൻറ്റിയേഷൻ. ആവർത്തിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എക്സ്പോണൻറ്റിയേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ 2നെ 4 തവണ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് എഴുതാം 2⁴. ഈ റേസ് 2 എന്ന് പറയുന്നത് ആണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരാണ് എക്സ്പോണൻറ്റ്, പവർ എന്നൊക്കെ പറയാം. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് എക്സ്പോണൻറ്റിയേഷൻ. അപ്പോൾ ഞാനിപ്പോൾ 2⁴ എന്ന് കണ്ടാൽ എന്താ വിചാരിക്കേണ്ടത്? 2 എന്ന നമ്പർ 4 തവണ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അതുപോലെ 3⁵, അതിൻ്റെ മീനിങ് എന്താ? 3 എന്ന നമ്പർ 5 തവണ മൾട്ടിപ്ലൈ ചെയ്തു. 10�7, അർത്ഥം എന്താ? 10 എന്ന നമ്പർ 7 തവണ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അതാണ് എക്സ്പോണൻറ്റിയേഷൻ. താഴത്ത് കാണുന്നത് ബേസ് നമ്പർ, ഇതിനെ പവർ എന്നോ എക്സ്പോണൻ്റ് എന്നോ പറയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. അപ്പോൾ 2⁴ വാല്യൂ എത്രയാണ്? 2 × 2 4, 4 × 2 8, 8 × 2 6. ഇപ്പോൾ 2⁴ എന്ന് പറയുന്നത് 16 ആണ്. ഓക്കെ, അപ്പോൾ എക്സ്പോണൻറ്റിയേഷൻ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇനി അത് ഓരോ നമ്പറിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. 1/4⁵3. ഇത് കാണുന്ന ഇത്രേ ഉള്ളൂ. ഈ പവർ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ബാധകമാണ്. അപ്പോൾ 2നും പവർ കൊടുക്കുക, അതായത് 1നും 3 എന്ന പവർ കൊടുക്കുക, 4നും 3 എന്ന പവർ കൊടുക്കുക. അപ്പോൾ 1/4 × 4 16 × 4 64. 1/64 ആണ് അതിൻ്റെ ആൻസർ. ഇനി അതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിലോ 2 1/3². ഓക്കെ, പവർ 2 ആണെങ്കിൽ അതിനെ സ്ക്വയർ എന്നും പവർ 3 ആണെങ്കിൽ അതിനെ ക്യൂബ് എന്നും പറയും കേട്ടോ. അതിപ്പോൾ 2 കണ്ടുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇതിനെ എങ്ങനെ ചെയ്യാം? അതിനെ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കുക. മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. 3 × 2 6, 6 + 1 7/3² 2നും കൊടുക്കുക. 7²/3² 49/9 ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രാക്ഷനായി. ഇനി ഡെസിമലിലേക്ക് വരാം. ഡെസിമൽ സിമ്പിളാണ്. 1.21². ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്നെങ്കിൽ സാധാരണ പോലെ, മുമ്പത്തെ വീഡിയോയിൽ ഡെസിമലിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാ പോലെ 1.21 × 1.21 ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 121 × 121. 0
ഈക്വൽ ടു 14641. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പം 4 ഇവിടെ നിന്ന് ചാടിച്ചിട്ട് കൊടുക്കുക. 1.4641 ആണ് അതിൻ്റെ ആൻസർ. അല്ലെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് ഇതിനെ ഒരു ഫ്രാക്ഷൻ ആക്കി എഴുതാം. 121/100 1.21 ആണ് അതിൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ ഈ നേരത്തെ ചെയ്ത പോലെ 121² ചെയ്ത് കഴിഞ്ഞാലും ഇതേ നമ്പർ തന്നെ കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഡെസിമൽസിൻ്റെ ചെയ്യുന്നത്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയിന്റ് ഇല്ലാന്ന് സങ്കല്പിക്കുക. സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യുക. ബാക്കിൽ നിന്ന് എത്ര പോയിന്റ് ആയിട്ട് എത്ര അക്കൗണ്ടോ അത് പുറകിൽ നിന്ന് ചാടിച്ചിട്ട് കൊടുത്താൽ അതായി. ഇനി ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, അതും നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 100നെ പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറയുകയാണ്. അപ്പോൾ 100 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 50, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 25, 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5, പിന്നെ അതിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 എത്തിച്ച് അവസാനിക്കണം. നമുക്ക് എഴുതാം 2 × 2 × 5 × 5 എന്ന് എഴുതാം അല്ലേ. ഇപ്പം നമ്മൾ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു. അപ്പോൾ 2 എന്ന നമ്പർ 2 തവണ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ. 2² × 5 എന്ന നമ്പർ 2 തവണ 5². അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എക്സ്പോണൻസ് ഉപയോഗിച്ച് ഇങ്ങനെ എഴുതാവുന്നതാണ്. 10ന്റെ പവേഴ്സിനെ പറ്റി പറയേണ്ട കാര്യമില്ല. 10⁻1 10 ആണ്, 10⁻2 100 ആണ്, 10⁻3 1000 ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വീഡിയോയിലൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് പ്ലേസ് വാല്യൂ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നോക്കാം. പ്ലേസ് വാല്യൂ സിമ്പിളാണ്. 327 അതെങ്ങനെയാണ് നമുക്ക് എഴുതാം? 3 × 100 + 2 × 10 + 7 അല്ലേ. അപ്പം അത് നമുക്ക് പവേഴ്സ് വെച്ചിട്ട് 3 × 10² + 2 × 10⁻1 7 അങ്ങനെ എഴുതാം. ഡെസിമൽസ് ആണെങ്കിലും ഇതുപോലെ തന്നെ 0.512 ആണെങ്കിൽ 3 × 10² + 2 × 10⁻1 + 7 + 5 × 1/10 എന്ന് എഴുതണം. ഇത് ചെയ്യുമ്പോൾ 1/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇത് 1/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇത് 1/1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, പോയിന്റ് കഴിഞ്ഞിട്ട് ആദ്യം വന്നത് 1/10, പിന്നെ വന്നത് 1/100, പിന്നെ വന്നത് 1/1000. 1/10 നമ്മൾ എഴുതി. ഇപ്പോൾ 1 × 1/10² + 2 × 1/10³ ഇങ്ങനെയാണ് പ്ലേസ് വാല്യൂ വെച്ചിട്ട് നമ്മളൊരു ഡെസിമൽ വാല്യൂ എഴുതുന്നത്. അപ്പോൾ പ്ലേസ് വാല്യൂ വളരെ സിമ്പിളാണ്. ഇനി നിങ്ങൾക്കൊരു സംശയം കാണാം, 5⁻0 എത്രയാണ്? 0 പവറായി വന്നതിനെ കുറിച്ച് ഒന്നും നമ്മൾ പറഞ്ഞില്ല. ഓക്കെ, 5⁻0 1 ആണ്. അതെങ്ങനെയാണെന്നുള്ള പ്രൂഫ് ഇപ്പം കാണിച്ചു തരാം. x⁻5/x⁻5 എത്രയാണ്? സിമ്പിളി ഒരു നമ്പറിനെ അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പോൾ നമുക്ക് ഇത് കുറച്ചാൽ മതി, അപ്പോൾ 1 തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ x⁻5 - 5 = x⁻0, x⁻0 = 1. അപ്പോൾ 5⁻0 എന്ന് പറയുന്നത് 1 ആണ്. ഇനി √16. ഓക്കെ, ഒരു നമ്പറിന്റെ റൂട്ട് എന്ന് പറയുന്നത് ½ ആണ്. അതെങ്ങനെയാണെന്നുള്ള പ്രൂഫും കാണിച്ചു തരാം. √16 നമുക്ക് 4² എന്ന് എഴുതാം. 4² ½ അതാണ് √16. ഓക്കെ, അപ്പോൾ 4² 16, 16ന്റെ ഇതാണ് 4. ഓക്കെ, അപ്പോൾ √x എന്ന് പറയുന്നത് x⁻½ ആണ്. അപ്പോൾ √9 എന്ന് പറയുന്നത് 9⁻½ 9 നമുക്ക് 3² എന്ന് എഴുതാം. 3² ½ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു റൂള്. ഇനി 10⁻2 എന്ന് പറഞ്ഞാൽ 1/ ആ മൈനസ് ഒഴിച്ച് കളയുക 10². ഓക്കെ, ഇതൊക്കെ ഒരു ബേസിക് റൂളാണ്. പവേഴ്സ് ഓഫ് 10 നേരത്തെ നമ്മൾ പറഞ്ഞു. ഇനിയാണ് എക്സ്പോണന്റിന്റെ കുറച്ച് ബേസിക് റൂൾസിലേക്ക് വരുന്നത്. സിമ്പിളി x⁻m × x⁻n = x⁻m + n. ഇതാണ് ഫസ്റ്റ് റൂൾ, പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയും. ഓക്കെ, അതായത് 10⁻5 × 10⁻7 എത്രയാണ്? 10 5 തവണ ഗുണിച്ചു, 10 7 തവണ ഗുണിച്ചു, ടോട്ടൽ 10. 5 + 7 അതായത് 10 12 തവണ ഗുണിച്ചു. ബേസിക് റൂൾ. ഓക്കെ, മനസ്സിലായല്ലോ. അത് 10 5 തവണ ഗുണിച്ചു × 10 7 തവണ ഗുണിച്ചു. അപ്പോൾ 10 5 + 7 12 തവണ ഗുണിച്ചു എന്നുള്ളതാണ് ആ റൂള് പറയുന്നത്. ഇനി x⁻m/x⁻n = x⁻m - n. ഓക്കെ, അതായത് 10⁻7/10⁻5 അതായത് ഇവിടെ 10 7 തവണ മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 10 5 തവണ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ 5 ഇവിടുത്തെ 5 കട്ടായി പോകും. അപ്പോൾ ഇവിടെ ബാക്കി 10⁻7 - 5 which is 10⁻2 ആണ് ബാക്കി വരിക. ഓക്കെ, അപ്പോൾ അതാണ് റൂള്. തിരിച്ചും വരാട്ടോ. ഇപ്പോൾ 10⁻5/10⁻7
10⁻⁷ എടുത്തു. അപ്പോൾ 10⁻⁵ ആണ് എടുക്കേണ്ടത്. അതായത് താഴത്തത് ആദ്യം, രണ്ടാമത്തത് മീൻസ് അടിയിൽ കിടക്കുന്ന പവർ രണ്ടാമതും വരുന്ന രീതിയിലാണ് കുറയ്ക്കേണ്ടത് കേട്ടോ. m-n ആയിരിക്കണം എപ്പോഴും, n-m പാടില്ല. ഓക്കെ, വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ m-n ആണ് മുകളിൽ വരേണ്ടത്. അപ്പോൾ 10⁻⁻² വരും, അത് 1/10² ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഡിവിഷൻ റൂൾ എന്നും പറയും, ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്നും പറയും. ഇനിയാണ് പവേഴ്സ് ഓഫ് പവർ എന്ന് പറയുന്നൊരു സംഭവം വരുന്നത്. അതായത് ആ റൂൾ ഇങ്ങനെയാണ്: a⁻m n = a⁻mn. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ ഇപ്പം നോക്കാം. 5⁻6 5⁻6 ഓക്കെ, 5⁻6 എന്ന നമ്പർ ഇവിടെ എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്തു? 4 തവണ മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? അപ്പോൾ 5⁻6 മൾട്ടിപ്ലൈഡ് 4 ടൈംസ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ്? 5⁻6 × 4 വിച്ച് ഇസ് ഈക്വൽ ടു 5⁻24 എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഈ നമ്പർ, ഈ താഴെ കാണുന്ന എക്സ്പോണന്റ് അടക്കമുള്ള നമ്പർ എത്ര തവണ മൾട്ടിപ്ലൈ എന്നാണ് മുകളിൽ കാണിക്കുന്നത്. a⁻m n = a⁻mn. അതും ഒരു റൂളാണ്. ഓക്കെ, ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. 2⁻10ന്റെ പകുതി എത്രയാണ്? എല്ലാവരും ആദ്യമേ ഓടിച്ചെന്ന് പറയും 2�5 ആണെന്ന്. കാര്യം 10ന്റെ പകുതി 5. തെറ്റാണ്. ഓക്കെ, 2⁻10ന്റെ പകുതി എന്ന് പറയുമ്പോൾ ഡിവൈഡഡ്/2 അല്ലേ? ഓക്കെ, അപ്പോൾ 2⁻1 എന്ന് എഴുതാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പഠിച്ചു, x⁻m/x⁻n = x⁻m-n. 2⁻10 - 1 2�9 ആണ് അതിൻ്റെ പകുതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തെറ്റ് ആരും ഇനി നോക്കരുത്. എക്സ്പോണൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അപ്പോൾ ആ ഒരു തെറ്റിന് വരരുത്. ഓക്കെ, അടുത്തൊരു ചോദ്യം. 2⁻x = 128. സോ വാട്ട് ഈസ് 2⁻x + 1? ഓക്കെ, അതൊരു ചോദ്യമാണ്. 2⁻xന്റെ കൂടെ 2⁻1 മൾട്ടിപ്ലൈ ചെയ്താലേ 2⁻x + 1 കിട്ടുള്ളൂ. ഓക്കെ, എക്സ്പോണന്റ് റൂൾ അനുസരിച്ച് x + 1 കിട്ടുള്ളൂ. 2⁻x + 1 തന്നിട്ടില്ല, പകരം 2⁻x 128 ആണ്. അപ്പോൾ 128നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2⁻x + 1 കിട്ടും. അത് എത്രയാണ്? 256 ആണ്. അപ്പോൾ 2⁻x + 1 = 256. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ചാപ്റ്ററിലെ മൊത്തം വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു. അതിനു മുന്നേ എക്സ്പോണൻസിൽ നിന്ന് സ്ഥിരം ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ വരാവുന്ന, തെറ്റിദ്ധാരണ വരാവുന്ന ഒരു കാര്യം ഇനി പറയാം. ഓക്കെ, അപ്പോൾ ആ കാര്യം ഇങ്ങനെയാണ്. എന്താണ് 2⁻3 എന്ന് പറഞ്ഞാൽ 2 × 3 അല്ല. എല്ലാവർക്കും വരുന്നൊരു തെറ്റാണ്. 2⁻3 എന്ന് പറഞ്ഞാൽ എന്താ? 2 എന്ന നമ്പർ 3 തവണ മൾട്ടിപ്ലൈ ചെയ്തു, അല്ലാണ്ട് 2 × 3 അല്ല. എല്ലാവർക്കും വരുന്നൊരു തെറ്റിദ്ധാരണയാണ്. 2⁻3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 2 × 2 ആണ്, അല്ലാണ്ട് 2 × 3 അല്ല. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മിക്ക കുട്ടികളും എല്ലാവരും അവർ പഠിക്കുന്ന സമയത്ത് വരുത്തുന്ന സ്ഥിരം തെറ്റാണ്. നമ്മളോട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എല്ലാവരും തെറ്റിക്കുന്ന കാര്യമാണ്. 2⁻3 എന്ന് പറഞ്ഞാൽ 2 × 3 ആണ്, പക്ഷേ തെറ്റാണ്. 2⁻3 എന്ന് പറഞ്ഞാൽ 2 എന്ന നമ്പർ 3 തവണ മൾട്ടിപ്ലൈ ചെയ്താണ്. ഓക്കെ, അപ്പോൾ ആ ഒരു തെറ്റ് ആരും ഇനി വരുത്തരുത്. അത്രയൊക്കെ വീഡിയോയിൽ ശ്രദ്ധിക്കുക. താങ്ക് യു.